Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് 3 തരം സമ്മർ റിഫ്രഷിംഗ് ഡ്രിങ്കുമായിട്ടാണ്. 3 തരം മോക്ടെയിൽ റെസിപ്പീസുമായിട്ട്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നല്ല അടിപൊളി 3 റെസിപ്പീസാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നുള്ളത് ഓറഞ്ച് മോക്ടെയിലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് ഞാനിവിടെ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്കാണ് ഈ ഓറഞ്ചിൻ്റെത്. കളർഫുള്ളാണെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ചാണ്. ആ ഓറഞ്ചിനെ നമുക്ക് നല്ല പോലെ അതിൻ്റെ ഫ്രഷ് ജ്യൂസ് എടുക്കാം. ഇതിൻ്റെ ഫ്രഷ് ജ്യൂസ് തന്നെ എടുക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഓറഞ്ചിൻ്റെ മധുരം അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഇതിലേക്ക് ഷുഗർ ഇടണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതവിടെ ഞാൻ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം വേറൊരു ഓറഞ്ച് എടുത്തിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് ആ ഓറഞ്ചിൻ്റെ മോക്ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാനുണ്ട് ഗ്ലാസ്സിലേക്ക്. ഗ്ലാസ്സിലോ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ ബോട്ടിലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടും വെക്കാം. എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് കഴിക്കാവുന്നതാണ്. ഈ ടൈമിലൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കൂൾ ഡ്രിങ്ക്സ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മളുടെ ശരീരത്തിനും ഏറ്റവും എന്തുകൊണ്ടും നല്ലതാണ് ഓറഞ്ചൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിനെ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ മിൻറ്റ് ലീവ്സിലെ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഓറഞ്ചും മിൻറ്റ് ലീവ്സും അതുപോലെ തന്നെ ലെമണും ലെമണിൻ്റെ ജ്യൂസും കുറച്ച് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മോക്ടെയിലിന് വരുന്നുള്ളത്. അപ്പോൾ ഒരു തവണെങ്കിലും ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കവേ. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, നാട്ടിലും നല്ല ചൂടാണ്, ഇവിടെയും അത്യാവശ്യം ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മധുരം ഷുഗർ ഫ്രീ ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം മധുരമുണ്ട് ഈ ഓറഞ്ച് ജ്യൂസിന്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ക്ലബ് സോഡയല്ല, 7up. 7up ഷുഗർ ഫ്രീ 7up അല്ല, ഷുഗറുള്ള 7up തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഷുഗറിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിനെ ഇത് കൊണ്ട് കുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ കയ്യിൽ എന്താണോ ഇതിനെ കുത്തിയെടുക്കാനുള്ളത് അത് വെച്ച് നമുക്ക് നല്ല പോലെ ഇതിനെ ഉടച്ചെടുക്കാം. ഫുള്ള് മിക്സാക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഇതിനെ നന്നായി മിക്സാക്കി ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഐസ് ക്യൂബ്സ് നമുക്ക് എത്രത്തോളം തണുപ്പ് വേണോ അതിനനുസരിച്ചിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇപ്പം ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് 7up കേട്ടോ. ആ 7up കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. കഴിഞ്ഞിട്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. പിന്നെ അടുത്തതായിട്ട് വാട്ടർമെലൺ മൊജിറ്റോ ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് പോർഷന് വാട്ടർമെലൺ മതി. അതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ മാത്രമാണ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വാട്ടർമെലൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് മിൻറ്റ് ലീവ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ ചേരുമ്പോൾക്ക് നല്ലൊരു ടേസ്റ്റാണ് ഈ മൊജിറ്റോക്കും വരുന്നുള്ളത്. ഈ മോക്ടെയിലിനും ഇതിലേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വാട്ടർമെലൻ അത്ര വലിയ മധുരമൊന്നും ഇല്ല. ആ കാരണം ഷുഗറും അതുപോലെ തന്നെ സാൾട്ട് ഒരു പിഞ്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഐസും ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് ഇതിനെ നല്ല പോലെ ഉടച്ചെടുക്കണം. ഒരു ലെമണും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനിതിനെ നല്ല പോലെ ഉടച്ചെടുക്കുന്നുള്ളത്. ഇത് ഉടച്ചെടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഐസും അതുപോലെ തന്നെ ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ 7up ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ വാട്ടർമെലൺ മൊജിറ്റോവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാട്ടർമെലൺ മോക്ടെയിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ.
ഒരിക്കലെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഈ ടൈമിൽ ബെസ്റ്റാണ്. അടുത്തത് മിൻറ്റ് ലെമൺ നെയ്ഡാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. മൊജിറ്റോ മിൻറ്റും ലെമണും മാത്രം ചേർത്തിട്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിൻറ്റ് ലീവ്സ് കുറച്ച് അധികം എടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല പച്ച കളറായിട്ട് ഈ മിൻറ്റ് ലെമണേഡ് കിട്ടുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പച്ച കളറ് അതേപോലെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ അരച്ചെടുക്കുന്നുള്ളത്. പിന്നെ ഇതിലേക്ക് ലെമണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമണ് നല്ലോണം അരയൊന്നുമില്ല, എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ലെമണ് നല്ലപോലെ സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് 7-Upഉം കുറച്ച് വാട്ടറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ റീചാർജബിൾ ബ്ലെൻഡറിലാണ് കേട്ടോ ഞാനിത് അടിച്ചെടുക്കുന്നുള്ളത്. കാണിക്കാനും സൗകര്യമാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നല്ല പോലെ അടിച്ചെടുക്കാം. അത് അടിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ സീവ് ചെയ്തിട്ടാണ്, ഇതിനെ അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിനെ കുടിക്കുന്നുള്ളത് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് മൂന്നും ഒരു രക്ഷയില്ല, ഒന്നിനൊന്ന് മെച്ചത്തിലുള്ള ഒരു മൊജിറ്റോ ആണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പീസൊക്കെ. അപ്പോൾ ഇതിനിതാ നല്ല പോലെ ഞാൻ ഇതിനെ അരച്ചെടുക്കുന്നുണ്ട് ഒരു അരിപ്പ വെച്ചിട്ട്. ഇത് നല്ല പോലെ സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം സ്ട്രെയിനർ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വീണ്ടും ഐസ് ക്യൂബ്സ്, ലെമണ്, അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സ്, അതുപോലെ തന്നെ 7-Upം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരം ആവശ്യത്തിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരവും അതുപോലെ തന്നെ സോൾട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ സെർവ് ചെയ്ത് കുടിക്കാവുന്നതേ ഉള്ളൂ. ഇതും കഴിഞ്ഞു, ഇതിൻ്റെ പണിയും ഇത്രത്തേ ഉള്ളൂ. എളുപ്പമല്ല. അപ്പോൾ ഒരു ജ്യൂസൊക്കെ അടിക്കുന്ന അത്ര ഒന്നും ടൈമൊന്നും വേണ്ട നമുക്ക് ഈ മോക്ടെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഷുഗറാണ് കേട്ടോ ഇപ്പോൾ ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് തന്നെ. ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായെങ്കിലും ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനമായിരിക്കും ലെമണും അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും. പിന്നെ ഓറഞ്ചും ഇല്ലാത്ത ഇപ്പോൾ അധികം വീടുകളൊന്നും ഇല്ല. ഇത് 3 കണ്ടില്ലേ, കളർഫുള്ളും കാണാനും നല്ലൊരു ഭംഗിയാണ്, കുടിക്കാൻ വേണ്ടിയിട്ട് അതിനും കാട്ടിയും ടേസ്റ്റാണ്. എന്തായാലും ഒരു തവണ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ മൊജിറ്റോസ് എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്കണം. കൊച്ചു കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മൊജിറ്റോസാണ് ഇതൊക്കെ. സമ്മർ റിഫ്രഷിങ് കൂൾ ഡ്രിങ്ക്സിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്മൂത്തീസിൻ്റെ വീഡിയോ ആണെങ്കിലും അതുപോലെ തന്നെ ജ്യൂസായിട്ടുള്ള വീഡിയോ ആണെങ്കിലും അതൊക്കെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. ഈ സമ്മർ ടൈമിൽ നമ്മൾക്കെല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോസാണ് അതൊക്കെ. ഫ്രൂട്ട്സ് മാത്രമല്ല വെജിറ്റബിൾ വെച്ചിട്ടും നമ്മൾക്ക് ഇതുപോലെ സമ്മർ ഡ്രിങ്ക്സ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതിൽ വെജിറ്റബിൾ ഡയറക്റ്റായിട്ട് കഴിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ജ്യൂസായിട്ട് കുടിച്ചാലും മതി. എൻ്റെ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുൻപിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.